ശരി, ഇപ്പോൾ കരസേന മുൻ ഓഫീസർ കൂടിയായ കേണൽ എസ് ഡിന്നി കൂടി ചേരുകയാണ്. ശ്രീ ഡിന്നി, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന സപ്ലൈ ചെയിനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പോയപ്പോൾ അതൊരു മലയാളിയുടെ കമ്പനിയിലേക്ക് പോലും അന്വേഷണം പോയി. നോർവേയിൽ അങ്ങനെ അന്വേഷണം പോയി. ബൾഗേറിയയിൽ ഗവൺമെന്റ് അത്തരമൊരു അന്വേഷണത്തിനായിട്ട് ഉത്തരവിട്ടു. പക്ഷേ ഒടുവിൽ ആ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലിലേക്ക് പോവുകയാണ്. അങ്ങനെയാണല്ലോ ഈ റിൻസൺ ജോസ് എന്നുള്ള മലയാളിയുടെ കമ്പനി അതിലേക്ക് അന്വേഷണം പോയത്. അപ്പോൾ ഈ രീതിയിൽ അവിടെയാകട്ടെ അദ്ദേഹത്തിൻ്റെ കമ്പനിയാകട്ടെ ഇതിലൊരു പണമിടപാട് നടന്നു എന്നുള്ള കണ്ടെത്തലായിരുന്നു. അത് ഈ രീതിയിൽ പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഇടപാടിലെ ഒരു ചെയിൻ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഈ ഷെൽ കമ്പനികൾ ഈ പറഞ്ഞ പോലെ സംഗമേശ്വരൻ മാണിക്യം പറഞ്ഞതുപോലെ ഇത് കണ്ടെത്തുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുകയാണെങ്കിൽ ഇനിയും എവിടെയും സംഭവിക്കാവുന്ന രീതിയിൽ, അതുമാത്രമല്ല ഒരു ഭീതി പൊതുവെ ഹിസ്ബുള്ളയ്ക്കുള്ളിലും അതുപോലെ തന്നെ ലെബനനിലും ഇറാനിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം നേടിയെടുക്കുക തന്നെ ചെയ്തിട്ടില്ലേ ഇസ്രായേൽ ഈ ഒരു ഒറ്റ അറ്റാക്ക് വഴി? തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും വലിയ എയിം ഇസ്രായേൽ ഫോഴ്സസ് അല്ലെങ്കിൽ മൊസാദ് ഇങ്ങനത്തെ ഏജൻസീസിന്റെ എല്ലാം ഏറ്റവും വലിയൊരു എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭീതി അല്ലെങ്കിൽ ഭയം അവരുടെ അഡ്വേഴ്സറീസിന്റെ മനസ്സിനകത്ത് കയറണം എന്നുള്ള ഒരൊറ്റ വിചാരത്തിൽ തന്നെയാണ് അവർ ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും അത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. കാരണം ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം ഹമാസ് ഇസ്രായേലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഈ അറ്റാക്ക് നടന്നപ്പം അവർക്ക് ഒരു വലിയൊരു തിരിച്ചടിയായിരുന്നു അത്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേൽ ഇന്റലിജൻസിന്റെ ഫെയിലിയർ ആയിരുന്നു, ഇസ്രായേലിന്റെ മിലിറ്ററിയുടെ ഫെയിലിയർ ആയിരുന്നു. ഇസ്രായേലിന് എപ്പോഴും ഈ ഭയം എന്ന് പറഞ്ഞൊരു കാര്യം അവരുടെ അഡ്വേഴ്സറീസിന്റെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേലിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടി ഉറപ്പാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷങ്ങളായിട്ട് പല പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ അവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ ആ ഭയം അന്ന് ഓവർകം ചെയ്താണ് ഹമാസ് അത്ര വലിയ ഒരു കാഷ്വാലിറ്റീസ് ഇസ്രായേലിന്റെ മുകളിൽ കൊടുക്കാൻ സാധിച്ചത്. അപ്പൊ അതിന്റെ പകരമായിട്ട് ഇപ്പം ഇതുപോലെ ഗാസയിലൊക്കെ ഭയങ്കരമായിട്ട് അറ്റാക്കും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭയം എന്നുള്ള കാര്യം തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ഈ ഒരു ആഴ്ച കഴിഞ്ഞ 2-3 ദിവസത്തിന് മുൻപായിട്ട് നമ്മൾ കാണുന്നത് ആ ഭയം തിരിച്ച് ഈ അഡ്വേഴ്സറീസ്, അതായത് ഹിസ്ബുള്ള ആയാലും ശരി, ഇറാൻ ആയാലും ശരി, ഹമാസ് ആയാലും ശരി, അവരുടെ ലീഡേഴ്സ് മാത്രമല്ല സാധാരണക്കാരെ പ്രവർത്തകരുടെ മനസ്സിനകത്ത് പോലും ഞാൻ എന്ത് ഡിവൈസ് ഉപയോഗിച്ചാലും ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ഒരു ശേഷി ഇസ്രയേലിനുണ്ട് എന്നുള്ളൊരു ഭയം വരും. നമുക്കറിയാം, എത്രയോ വീഡിയോ നമ്മൾ കാണുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ആളുകളൊക്കെ മൊബൈലൊക്കെ എടുത്ത് ഊരിക്കളയുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ വാച്ച് ഊരിക്കളയുന്നു, അങ്ങനെയൊക്കെയുള്ള. അപ്പം മനസ്സിനകത്ത് അവരുടെ, അതായത് ഒരു കുടുംബത്തിലും സ്വന്തം ശരീരത്തിലേക്ക് വരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ മാറി. അപ്പൊ അവിടാണ് ഈ ഇസ്രായേലിലെ ഏറ്റവും വലിയ ഒരു ഡിറ്ററൻസ് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ഒരു പാർഷ്യലി എങ്കിലും അവർക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത്, അതായത് നേരത്തെ ശ്രീ സംഗേശ്വരൻ പറഞ്ഞ പോലെ സപ്ലൈ ചെയിൻ മാത്രമായിരിക്കത്തില്ല അവർ എനിക്ക് തോന്നുന്നു ഇൻഫിൽട്രേറ്റ് ചെയ്ത്. അതിന്റെ ഒരു പ്ലാനിങ്ങിന്റെ ഒരു ഭാഗം നോക്കൂ. ഒരു തൈവാൻ ബേസ്ഡ് ആയിട്ട് ഒരു കമ്പനിയാണ് ഇത് ആക്ച്വലി ഈ ഡിവൈസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ കുറെ വർഷം മുമ്പ് ഇത് നിർത്തിയിരുന്നു. അപ്പൊ അവർ അതിന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഹംഗറി ബേസ്ഡ് ആയിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഷെൽ കമ്പനി ഞങ്ങൾ ചെയ്തോളാം, പക്ഷെ നിങ്ങളെ ബ്രാൻഡ് നെയിം നിങ്ങൾ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് അവർ വന്നത്. അപ്പൊ അവിടെയാണ് ഇസ്രായേലിന്റെ ആ ഒരു ഇന്റലിജൻസിന്റെ മിടുക്ക് എന്ന് പറയുന്നത്. അവര് ഇതിന് മുൻകൂട്ടി കണ്ടു. അതായത് പേജറിനെ ഉപയോഗിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പേജറിനെ ഉപയോഗിക്കാനുള്ള തീരുമാനം അവരെടുത്തു. അങ്ങനാണെങ്കിൽ ഈ പേജർ കൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉള്ള വിചാരത്തിൽ ആ ഇന്റലിജൻസിന്റെ ബേസിസിൽ അവരൊരു ഷെൽ കമ്പനിയിലൂടെ ഈ തൈവാൻ ബേസ്ഡ് കമ്പനിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. ആ തൈവാൻ ബേസ്ഡ് കമ്പനി അവർക്ക് എഗ്രിമെന്റ് കൊടുത്തു, ഓക്കെ ഫൈൻ, നിങ്ങൾ ചെയ്തോ, ഞങ്ങളെ ബ്രാൻഡ് നെയിം അതേ അപ്പോളോ ആ നമ്പർ ആ ബ്രാൻഡ് നെയിം ആ എക്യുപ്മെന്റ് ഉപയോഗിച്ചോളൂ. എന്നിട്ട് ഈ ഷെൽ കമ്പനിക്ക് വേണ്ടി ഫണ്ടിങ്ങിന് വേണ്ടി അടുത്ത വേറൊരു ഷെൽ കമ്പനി അവർ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഈ ജോസ് പറയുന്ന ആ വ്യക്തിയുടെ ആ ഒരു ഷെൽ കമ്പനി, അതും അദ്ദേഹം ഇരിക്കുന്ന നോർവേയിലാണ്, ഇത് ബൾഗേറിയയിൽ എങ്ങാണ്ടാണ് ഈ ഷെൽ കമ്പനിയുടെ ഈ ഫണ്ടിങ് പോകുന്നത്. അപ്പം എങ്ങനെയാണ് അവരെല്ലാ സ്ഥലത്തും അവരുടെ ഒരു സിഗ്നേച്ചർ പോലും കാണാത്ത രീതിയിൽ പല കമ്പനീസിലും പല രാജ്യങ്ങളും പല ആളുകളുമായിട്ടാണ് അവരിതെല്ലാം ചെയ്തത്. അപ്പം ഈ മാനുഫാക്ചർ ചെയ്ത് തന്നെ പ്രോബബ്ലി ഇസ്രായേലിന്റെ ഒരു മേൽനോട്ടത്തിൽ ആവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം അത്ര കൃത്യമായിട്ടാണ് ഇതിനകത്ത് ഓരോ പേജറിനകത്തും ആ എക്സ്പ്ലോസീവ്സ് കൊണ്ടുപോയതും അല്ലെങ്കിൽ വെച്ചതും അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് ചെയ്ത് അവർക്ക് ഹെസ്ബുള്ളയ്ക്ക് കൈമാറുകയും ചെയ്തു. അപ്പം ഇത്ര പ്ലാനിങ്ങിലൂടെ ചെയ്യണമെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഇസ്രായേലിനെ തന്നെ ഏതോ ഒരു ഒരു കമ്പനി തന്നെയായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം നേരത്തെ കുറെ വേറെ ആളുകൾ വെസ്റ്റേൺ ഏജൻസിയിലൊക്കെ പറഞ്ഞ
ഹിസ്ബുല്ലയുടെ പൈസ വെച്ച് ഹിസ്ബുല്ലെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള പ്ലാനിംഗ് ആണ് ആക്ച്വലി ഇസ്രായേൽ നടത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇത് സപ്ലൈ ചെയിനിന്റെ മാത്രം ആയിരിക്കില്ല, ചിലപ്പോൾ മാനുഫാക്ചറിങ് ചെയ്തത് പോലും നമുക്ക് ഇസ്രായേൽ ആവാം എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാതെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അത്രമാത്രം കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് പ്ലാനിങ് എക്സിക്യൂട്ട് ചെയ്ത ഇസ്രായേൽ അവരുടെ നഷ്ടപ്പെട്ട ഭയം, അങ്ങ് പറഞ്ഞ പോലെ ആ ഭയം തിരിച്ച് റീഇൻസ്റ്റോർ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.